നമസ്കാരം, ട്രോളിവുഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മിൽട്ടൺ തോമസ്. പ്രധാന വാർത്തകൾ. ആർ ശങ്കരനെ നാട്ടിക ശ്രീനാരായണ കോളേജിൽ അനുസ്മരിച്ചു. നിർഭയനായ പൊതുപ്രവർത്തകനായിരുന്നു ശങ്കരെന്ന് MA ജോൺ. പാലക്കാട് ഉപജില്ലാ കായികമേളയിലെ 1ാം സ്ഥാനം. നാട്ടിക ഈസ്റ്റ് UPU സ്കൂളിൽ ആഹ്ലാദ പ്രകടനം. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ കോളേജുകളുടെ സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുമായ ആർ ശങ്കരനെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നാട്ടിക ശ്രീനാരായണ കോളേജിൽ അനുസ്മരണ സമ്മേളനം നടന്നു. MA ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. നിർഭയനായ നേതാവായിരുന്നു ആർ ശങ്കർ എന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ശങ്കരന് കഴിഞ്ഞിട്ടുണ്ടെന്നും MA ജോൺ പറഞ്ഞു. ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ TR ഹാരി അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് RDC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കഷ്നാത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹമായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ്റാണ്ടാണ്. എല്ലാ സമുദായത്തിലും തന്നെ കഴിഞ്ഞ കോവിഡിലെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ കാണുന്നതിലേക്ക് ഏറ്റവും യോഗ്യന്മാരായ നേതാക്കന്മാരെയും എല്ലാ ജാതികളും ഉപജാതികളും എല്ലാം രൂപപ്പെടുത്തിയ നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട്. അത് ഏറ്റവും കൂടുതൽ യോഗ്യന്മാരായ നേതാക്കന്മാർക്ക് രൂപം കൊടുത്ത കമ്മ്യൂണിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് ഈഴവ സമൂഹമാണ്. കേരളം കണ്ടതിലേക്ക് ഏറ്റവും വലിയ മഹാനെ ശ്രീനാരായണ ഗുരു ആ സമൂഹത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപരിപാലനം വാക്കുകളിലൂടെ അല്ലാതെ പ്രവൃത്തികളിലൂടെ ഏറ്റവും കൂടുതൽ നിർവഹിച്ച ആരെന്ന് ചോദിച്ചാൽ ആർക്കും സമ്മതിക്കേണ്ടി വരും. അത് ആവശ്യമാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധ്യമല്ല. സൈദ്ധാന്തിക രംഗത്ത് ഗുരുവിന്റെ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നതിന് നടപടികളൊക്കെ കൂടുതൽ സാധിക്കുന്നുണ്ട്. പക്ഷെ പ്രവൃത്തി ഗുരുവിന്റെ ചിന്തകൾക്ക് പ്രവൃത്തി രൂപം കൊടുത്തത്. പാലക്കാട് ഉപജില്ലാ കായികമേളയിൽ UP വിഭാഗത്തിൽ ജേതാക്കളായ നാട്ടിക ഈസ്റ്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. അധ്യാപകരും PTA ഭാരവാഹികളും പ്രകടനത്തിൽ അണിചേർന്നു. പ്രധാനാധ്യാപിക KV ഷീല, PTA പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ബായി ആന്റണി, സ്കൂൾ ലീഡർ CM ആദർശ്, ക്യാപ്റ്റൻ MC ധനേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ആഹ്ലാദ പ്രകടനം. ആർ ശങ്കരന്റെ ജന്മശതാബ്ദി ഭാഗമായി നടന്ന പ്രസംഗ, പ്രബന്ധ, പ്രശ്നോത്തരി മത്സരങ്ങളിലെ വിജയികൾക്ക് ജീവാശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഗോപിനാഥ് വന്നേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
അഡ്വക്കേറ്റ് CG ജയസുന്ദരൻ, പ്രേംലാൽ പൊറ്റേക്കാട്, ഡോക്ടർ PK കുശലകുമാരി, രാജീവ് തഷ്ടാത്ത്, ഡോക്ടർ VK ഗോപി, PG ലതിക, KG ഗിലാൽ, CR സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ കണ്ടശാങ്കടവ് എക്സ്റ്റൻഷൻ കൗണ്ടർ തിങ്കളാഴ്ച രാവിലെ 9:30 നിയമസഭാ സ്പീക്കർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിക്കും. PR രാജൻ MP ലോക്കർ ഉദ്ഘാടനം ചെയ്യും. എനിവീർ ബാങ്കിന്റെ ഉദ്ഘാടനം VS സുനിൽകുമാർ MLA നിർവഹിക്കും. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കും. ബാങ്കിന് 25 കോടി രൂപ ആസ്തിയുണ്ടെന്ന് പ്രസിഡന്റ് VK സഹജൻ, സെക്രട്ടറി KK ബാലഗംഗാധര തിലകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 20.5 കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. നെൽകർഷകരെ സഹായിക്കാൻ 25,000 രൂപ വരെ ബാങ്ക് പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. ഡയറക്ടർമാരായ MK സദാനന്ദൻ, TK ചാക്കോ, MV ഷാജി, PA വിശ്വംഭരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒലപ്പാട് ഉപജില്ലാ കായിക മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന അനുമോദന യോഗം PTA പ്രസിഡന്റ് KB ഹംസയുടെ അധ്യക്ഷതയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമിനി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റർസ് ജയസൂനം, PTA വൈസ് പ്രസിഡന്റ് സഹദേവൻ, ലീന എന്നിവർ സംസാരിച്ചു. ആഹ്ലാദത്തിന്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുരപലഹാരം വിതരണം ചെയ്തു. ചാവക്കാട് താലൂക്ക് ട്രിപ്പിൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ തൃപ്രയാർ TSGAയും പുരുഷ വിഭാഗത്തിൽ കഴിമ്പ്രം സ്റ്റാർ ക്ലബും ജേതാക്കളായി. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളാണ് ഇരുവിഭാഗങ്ങളിലും 2ാം സ്ഥാനക്കാർ. ട്രിപ്പിൾ വോളിബോൾ മത്സരം ഇന്ത്യയിൽ ആദ്യമായാണ് അരങ്ങേറുന്നത്. 3 പേർ വീതമാണ് കളിക്കുക. ടീമിൽ 5 പേരെ ഉൾപ്പെടുത്താം. പെരുങ്ങോട്ടുകര കൂടത്ത് രാമകൃഷ്ണൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ഷീലയാണ് ഭാര്യ. ഗ്രീഷ്മ, വർഷ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. R ശങ്കരനെ നാട്ടിക ശ്രീനാരായണ കോളേജിൽ അനുസ്മരിച്ചു. ദുർബലനായ പൊതുപ്രവർത്തകനായിരുന്നു ശങ്കരെന്ന് MA ജോൺ. ഒലപ്പാട് ഉപജില്ലാ കായികമേളയിലെ 1ാം സ്ഥാനം നാട്ടിക ഈസ്റ്റ് UPU സ്കൂളിൽ ആഹ്ലാദ പ്രകടനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.